السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. വേദിയിലിരിക്കുന്ന മത രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തുല്യത കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ ഒരു ക്രൂരമായ കുറ്റകൃത്യത്തിന് അടിമയാകാൻ വിധിക്കപ്പെട്ടു പോയ പാവപ്പെട്ട റിയാസ് മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ കൊലപാതകം അത് നടന്ന് ഒരു മാസം കഴിഞ്ഞിട്ടു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് കമ്മ്യൂണൽ കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു മുഖത്തോടു കൂടിയാണ് റിയാസ് മുസ്ലിയാരുടെ കൊലപാതകം നടന്നിരിക്കുന്നത്. ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാ ഉസ്താദിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. ആ വ്യക്തി, ആ നാടുമായുള്ള ബന്ധം, അവിടെയുള്ള പള്ളി പരിപാലന കമ്മിറ്റിയും ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങളും ആ നിശ്ചയിക്കപ്പെട്ട ഡ്യൂട്ടി ചെയ്ത് കുടുംബം പോറ്റി ജീവിക്കുന്ന ഒരു സംവിധാനമാണ് അത്തരത്തിലുള്ള ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകളിലധികവും. വർഷങ്ങളോളം കാസർഗോഡ് ചൂരി എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്ത റിയാസ് മൗലവി എന്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടു എന്ന ചോദ്യം കൊലപാതകം നടത്തിയവരോട് പോലും ചോദിച്ചാൽ കാരണം പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നരഹത്യയാണ് സത്യത്തിൽ നടത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യം, കുഴപ്പവും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു കൊലപാതകം നടന്നാലും സ്വാഭാവികമായും അതിന് ന്യായാന്യായങ്ങൾ കണ്ടെത്തിയേക്കാം. റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ 1.5 വയസ്സിനോടടുത്ത് നിൽക്കുന്ന ഷബീബ എന്ന് പറയുന്ന ഒരു കൊച്ചുമോളെ അനാഥയാക്കി, ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരിയായ സഈദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിധവയാക്കി, ജീവിതത്തിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ റിയാസ് മൗലവിയുടെ കയ്യിലൂടെ ലഭിക്കുന്ന തുച്ഛമായ ശമ്പളത്തിന്റെ ഭാഗം പറ്റി ജീവിക്കുന്ന ഒരു പ്രായം ചെന്ന ഉപ്പയെയും ഉമ്മയെയും ദുഃഖത്തളത്തിലാഴ്ത്തി പ്രിയപ്പെട്ട റിയാസ് മൗലവി ഇവിടെ കൊല്ലപ്പെട്ടപ്പോ കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിലില്ലാത്ത ഒരു സമാധാന അന്തരീക്ഷത്തിന്റെ തിരിച്ചുപിടിപ്പിന് വേണ്ടി ഈ ജില്ലയിലുള്ള മുസ്ലിമീങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. റിയാസ് മൗലവിയുടെ കൊലപാതകം നടന്നതിന് ശേഷം ആ റിയാസ് മൗലവിയുടെ മയ്യത്ത്, ഡെഡ് ബോഡി പെരിയാരം മെഡിക്കൽ കോളേജിലെത്തിയപ്പോ സ്വാഭാവികമായും അവിടെ ചർച്ച വന്നു, റിയാസ് മൗലവിയുടെ മയ്യത്ത് എങ്ങോട്ട് കൊണ്ടുപോകണം, ചൂരിയിലേക്ക് കൊണ്ടുപോകണം എന്ന ചർച്ച വന്നു. സ്വാഭാവികമാണ്, അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്, അവിടെ അദ്ദേഹത്തിന്റെ ഒരുപാട് ഇഷ്ടജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ കേരളത്തിലുള്ള മുസ്ലിം സംഘടനകളുടെ നേതൃത്വങ്ങൾ മുഴുവനും, പ്രത്യേകിച്ച് വിനീതൻ പ്രതികരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശൈഖുന കാന്തപുരം ഉസ്താദ് വളരെ ശക്തമായ നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു, റിയാസ് മൗലവിയുടെ ജനാസ കാസർഗോഡ് കൊണ്ടുപോകാൻ പാടില്ല. എടുത്ത തീരുമാനത്തോട് പലപ്പോഴും ആ സമയത്ത് പലർക്കും പ്രയാസം തോന്നിയിട്ടുണ്ടാകും. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ 2 കാരണം ഉണ്ടായിരുന്നത്. ഒന്ന്, ഒരു മരിച്ച മയ്യത്തിനോട് കാണിക്കേണ്ടിയിരിക്കുന്ന ഇസ്ലാമികമായ കടപ്പാടുണ്ട്. ആ കടപ്പാട് മരണം നടന്ന ഒരു മയ്യത്ത് നിലവാരവും സന്തോഷവും ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് വിശ്വാസമനുസരിച്ച് പോകുമ്പോ വളരെ പെട്ടെന്ന് മയ്യത്ത് മറവ് ചെയ്യുക എന്ന ധാർമ്മികമായ കടപ്പാടാണ് മുസ്ലിമീങ്ങൾ ആ മയ്യത്തിനോട് കാണിക്കേണ്ടത്.
ഒരുപാട് വെട്ടുകളേറ്റ് രക്തം വാർന്നൊലിച്ച റിയാസ് മൗലവിയുടെ മയ്യത്ത് അത് പരിയാരത്തു നിന്ന് കാസർഗോഡ് വന്ന് തിരിച്ച് സുള്ളിയ വഴി അത് കോർഗ് ഡിസ്ട്രിക്റ്റിൽ കൊട്ടമുടിയിലേക്ക് എത്തുമ്പോ ഏറ്റവും ചുരുങ്ങിയത് 200ഓളം കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടാണ് ഒരു മയ്യത്ത് കൊണ്ടുപോകേണ്ടത്. അത് ആ ഡെഡ് ബോഡിയോട് കാണിക്കുന്ന ഒരു മര്യാദക്കേടാണ് എന്ന ഇസ്ലാമികമായ മാനമാണ് അതിന്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ ഒരു കാരണമുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഈ കൊലപാതകം നടന്നത് ആസൂത്രമാണ് എന്ന് തികച്ചും നമുക്ക് ബോധ്യപ്പെടുന്നൊരു സത്യം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അക്രമമോ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളോ നടക്കാതെ രാത്രിയിൽ ഭക്ഷണം കഴിച്ച് മദ്രസയിൽ നടത്തേണ്ടിയിരിക്കുന്ന പിറ്റേന്നെടുത്ത ക്ലാസിന്റെ നോട്ട് ബുക്കുകളൊക്കെയും വെരിഫൈ ചെയ്തിട്ട് കിടന്നുറങ്ങാൻ പോകുന്ന ഒരു പാവം മനുഷ്യനെ നിർദാക്ഷിണ്യം പള്ളിയിൽ കയറി വെട്ടിക്കൊന്ന് രക്തം ചീറ്റി മരിച്ചപ്പോ ഇതിന്റെ പിന്നിൽ തികച്ചും ചില ആസൂത്രങ്ങൾ നടന്നു എന്ന് നമുക്ക് സംശയിച്ചേ പറ്റൂ. ആ ആസൂത്രിത നീക്കത്തെ കണ്ടെത്തുന്ന വിഷയത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പരാജയപ്പെടരുത് എന്ന് സാന്ദർഭികമായി സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പറക്കമുറ്റാത്ത ചെറുപ്പക്കാരായ മക്കളെ കൊണ്ട് ഇത്രയും വലിയ ഒരു നരനായാട്ട് നടത്തിക്കണമെങ്കിൽ ആസൂത്രിതമായ ചില അജണ്ടകൾ അതിന്റെ പിന്നിലുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ അജണ്ട വിജയിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പലരും വെടിയോരങ്ങളിൽ ഉണ്ടാകുമ്പോ റിയാസ് മൗലവിയുടെ മയ്യത്ത് വീണ്ടും കാസർഗോഡ് എത്തുമ്പോൾ ഏതെങ്കിലും ഒരു മുതലെടുപ്പിന്റെ ശക്തി ഏതെങ്കിലും ഒരു മറ്റ് മത ആരാധനാലയങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ഓഫീസുകൾക്കെതിരെയോ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ആസൂത്രണം നടത്തിയ വിഭാഗത്തിന്റെ പദ്ധതി വിജയിക്കും. അത് കാസർഗോഡ് ജില്ലയിലും കേരളത്തിലും വിജയിച്ചുകൂടാ എന്നതായിരുന്നു ആ തീരുമാനത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം, അല്ലാതെ ഭീരുത്വമല്ല. ഏതായാലും ആ സമയത്ത് കൃത്യമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളത് സന്തോഷകരമാണ്. കാസർഗോഡ് ജില്ലയുടെ അടുത്ത കാല ചരിത്രത്തിലൊന്നും അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ട് 2 ദിവസം കൊണ്ട് പ്രതികളെ പിടികൂടുക എന്ന് പറഞ്ഞതൊന്നും പെട്ടെന്നൊന്നും നടന്ന കാര്യമൊന്നുമല്ല. ഏതായാലും സർക്കാരിനോട് ആ വിഷയത്തിൽ എല്ലാവർക്കും കടപ്പാടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ വീണ്ടും ആശങ്കയോടുകൂടെ കാണുന്നു. കാസർഗോഡ് ജില്ല കേരളത്തിലുള്ള മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്ത മുഖത്തോടുകൂടെ നിൽക്കുന്ന ഒരു ജില്ലയാണ്. ഏകദേശം ഞാൻ പഠിച്ച കണക്കനുസരിച്ച്, ഞാൻ പഠനം നടത്തിയ കണക്കനുസരിച്ച് വിലയിരുത്തിയാൽ കാസർഗോഡ് ജില്ലയിൽ കമ്മ്യൂണൽ കുഴപ്പത്തിൻ്റെത് മാത്രം 10,000-ലധികം കേസുകൾ കെട്ടിക്കിടക്കുന്നു എന്നതാണ്. 10,000-ലധികം കേസുകൾ കെട്ടിക്കിടക്കുന്ന, വെറും കമ്മ്യൂണൽ കേസുകൾ മാത്രം കെട്ടിക്കിടക്കുന്ന കാസർഗോഡ് കോടതിയിൽ വെറും ഒരു കേസ് മാത്രമൊന്നല്ല, മറ്റ് നിരവധി 10,000-കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. സ്വാഭാവികമായും കാസർഗോഡ് ജില്ലയിൽ അക്രമത്തിന് ഇത്തരത്തിൽ കൂടുതൽ പാരമ്പര്യമുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നതിന്റെ ഒരു കാരണം തികച്ചും ഞങ്ങൾ സംശയിക്കുന്നത് നടപടിക്രമങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. റിയാസ് മൗലവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികൾ പിടികൂടപ്പെട്ടതോടൊപ്പം തന്നെ ഗൂഢാലോചനയെ പുറത്തു കൊണ്ടുവരാനും അതോടനുബന്ധിച്ച് നടന്നിരിക്കുന്ന മറ്റ് അക്രമ പ്രവർത്തനങ്ങളിലുള്ള പ്രതികളെ പിടികൂടാനും എല്ലാറ്റിലേക്കും ഇവിടത്തെ ഭരണകൂടത്തിന്റെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് ഇവിടത്തെ ഒരു യുവജന കൂട്ടായ്മ ഇത്തരത്തിൽ സംഗമിച്ചിരിക്കുന്നത്. വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു സംഗമമാണ്. വിവിധ മതങ്ങളും രാഷ്ട്രീയങ്ങളും സിദ്ധാന്തങ്ങളും വെച്ചു പുലർത്തുന്ന വിവിധ ആശയക്കാർ ഒരു ലക്ഷ്യത്തിൽ ഒരേ ആശയം പങ്കുവച്ചുകൊണ്ട് സംഘടിക്കുന്നു എന്നുള്ളത് തന്നെ ഈ സംഗമത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ്. ആ വിജയം പൂർത്തീകരിക്കണമെങ്കിൽ ഞാൻ സംഘാടകരോടൊപ്പം നിന്നുകൊണ്ട് എനിക്ക് 2 കാര്യം ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിനോട് പറയാനുള്ളത്. അത് ഭരണകൂടത്തോടാണ് പറയാനുള്ളത്. കാസർഗോഡ് ജില്ലയിൽ ഈ അക്രമവാസനകൾ ഇനി പെരുകുന്നതില്ലായ്മ ചെയ്യണമെങ്കിൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് പാഠമാകുന്ന രീതിയിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു നടപടിക്രമം നടക്കണം. ഒരാളെ കൊല്ലുന്നു, കുറെ ആൾ കൂടുന്നു, സമരം ചെയ്യുന്നു, പിരിയുന്നു, 6 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അത് അഡ്രസ് ഇല്ലാത്തൊരു ചരിത്രമായി മാറുകയാണ്. കാസർഗോഡ് ജില്ലയിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തോട് ഞാൻ ചോദിക്കുന്നു, ഇതിനു മുമ്പ് നടന്ന വർഗീയ കലാപത്തിന്റെ എത്ര കേസുകളുടെ അഡ്രസ് ഇല്ലാതെ കിടക്കുന്നത്? എന്തുകൊണ്ട് അഡ്രസ് ഇല്ലാതെ പോകുന്നു?
അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിൽ ഈ വിഷയത്തിന് അന്തിമ പരിഹാരം കിട്ടണമെങ്കിൽ 10,000-കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്ന ഒരു കോടതിയിൽ സ്വാഭാവികമായും കേസുകൾ അതിങ്ങനെ റൂട്ട് തിരിച്ചിങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വരുമ്പോ ഏതെങ്കിലും ഒരു പ്രത്യേക കേസിന് പ്രത്യേക പരിഗണന വെച്ച് വിളിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു കൊലപാതകം നടന്ന് ചിലപ്പോ ആ കേസ് എടുക്കണേ തന്നെ 10 കൊല്ലം കഴിയും. അതുകൊണ്ട് ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണൽ കൊലപാതകം ഇനി ആവർത്തിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള കേസുകൾ വളരെ സ്പീഡോടുകൂടെ കൈകാര്യം ചെയ്യാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു സ്പെഷ്യൽ കോടതി കാസർഗോഡ് ജില്ലയിൽ അനുവദിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താറുള്ളത്. സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്റെ സംഘാടകർ ആ വിഷയത്തിൽ എന്റെ അഭിപ്രായത്തോട് യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുത്താനുള്ളവർക്ക് തിരുത്തും. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, കമ്മ്യൂണൽ കൊലപാതകത്തിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് സാധിക്കണമെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണം. ഇവിടെ സ്വാഭാവികമായി നടക്കുന്ന ഒരവസ്ഥ, അത്തരത്തിലുള്ള കമ്മ്യൂണൽ കൊലപാതകം നടന്നാൽ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ 3, 4, 5 മാസമൊക്കെ പിടിക്കും. ഈ വിഷയത്തിൽ സർക്കാർ അത്തരത്തിലുള്ള കാലതാമസം ഒഴിവാക്കി ഇത്തരം വിഷയങ്ങൾക്കുള്ള കുറ്റപത്രങ്ങൾ വളരെ സ്പീഡോടുകൂടെ സമർപ്പിക്കാനുള്ള ഒരു പ്രത്യേക പരിഗണന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണമെന്നാണ് രണ്ടാമതായി ആവശ്യപ്പെടാനുള്ളത്. നിയമസഭയിൽ ചർച്ച വരുമ്പോൾ നോക്കാം, പരിശോധിക്കാം എന്ന അഭിപ്രായത്തിൽ നിന്ന് മാറി ഈ വിഷയങ്ങൾ ഇവിടെ സത്യത്തിൽ മനുഷ്യനെയാണ് വേദനിപ്പിക്കുന്നത്. ഈ ഇരിക്കുന്നവരിൽ വിവിധ മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളും ഒക്കെ അംഗീകരിക്കുന്നവരുണ്ട്. റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തലപ്പാവ് നോക്കിയിട്ടല്ല ഇരിക്കുന്നത്, മറിച്ച് ജനാധിപത്യ മതേതരത്വ രാജ്യത്തിന് പേരും പെരുമയും നേട്ട ഇന്ത്യ രാജ്യത്തിന് മാതൃകാ സംസ്കാരമായി നിൽക്കുന്ന കേരളത്തിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു കുറ്റകൃത്യം നടന്നിട്ട് അതിനെതിരെ ഒരീച്ച പോയ ഫലം പോലുമില്ലാത്ത രീതിയിൽ ലാഘവത്തോടുകൂടെ തള്ളുന്നൊരു സാഹചര്യം വന്നാൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഇനിയും അത് വർദ്ധിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അത് കത്തിജ്വലിപ്പിക്കാനുമുള്ള സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരും എന്നുള്ള ഏറ്റവും വലിയ ബോധ്യം കാസർഗോഡ് ജില്ലയിലുള്ള എന്റെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാകണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പോലീസുകാർ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ നടത്തിയാൽ ഒരു പരിധിവരെ നടത്താൻ പറ്റും. കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഞാനിപ്പോ ആ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല. അവിടെ എപ്പോ കുഴപ്പം നടന്നാലും പോലീസുകാർക്ക് അടക്കം പോകാൻ പേടിയേ. ഒരു സന്ദർഭത്തിൽ ഒരു കുഴപ്പം നടന്നു, അവിടുത്തെ DVSP ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞു, സാർ ഇത് ജനങ്ങൾ കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കുക, അതൊരു പോലീസിന്റെ കൈകാര്യം ചെയ്യണം. അന്നത്തെ ആ സ്ഥലത്തുള്ള DVSP സാർ എല്ലാ രാഷ്ട്രീയങ്ങളുടെയും മതങ്ങളുടെയും ചിന്തകൾക്കപ്പുറത്ത് നിന്ന് നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിലൂടെ ദിവസങ്ങളെ കൊണ്ട് ആ കേസുകളുടെ പ്രതികളെ കൂടാനും കൈകാര്യം ചെയ്യാനും ശ്രമിച്ചപ്പോ ഇന്ന് ആ പ്രദേശത്ത് കുഴപ്പം നടക്കാത്ത ചുരുങ്ങിയത് 3 കൊല്ലത്തിന്റെ മേലെയായി. ഞാൻ കാസർഗോഡുള്ള എന്റെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് എല്ലാവിധത്തിലുള്ള ആദരവും ബഹുമാനങ്ങളും വകവെച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, കാസർഗോഡ് ജില്ലയിൽ അടക്കമുള്ള മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കുള്ളതല്ല, ഏതെങ്കിലും ഒരു ഭരണവിഭാഗത്തിനുള്ളതല്ല, ഈ രാജ്യത്തിലുള്ള ഈ പ്രദേശത്തുള്ള ഈ സംസ്ഥാനത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ളവരാണെന്ന ബോധത്തോടുകൂടെ നിഷ്പക്ഷവും നിഷ്കളങ്കവുമായ ഇടപെടലിലൂടെ ഈ വിഷയത്തിൽ ഇനിയും കാലതാമസം വരാതെ പരിപൂർണ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള വളരെ ശക്തമായ സ്പീഡോടുകൂടിയുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും അതുണ്ടാകാതെ പോയാൽ റിയാസ് മൗലവിയുടെ കൊലപാതകത്തിന്റെ പ്രതികളും അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളും പുറത്തു ചാടുന്നത് വരെയുള്ള കാസർഗോഡ് ജില്ലയുടെ ഈ യുവജന കൂട്ടായ്മക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ സർവ്വ പിന്തുണകളും ഉണ്ടാകുമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി തൽക്കാലം വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജയ് ഹിന്ദ്.